വലിയ ഒരു ക്ഷേത്രക്കൊള്ളയുടെ കഥകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും BJPയെയും ഒപ്പം തന്നെ VHPയെയും ഒക്കെ മുൾമുനയിൽ നിർത്തുന്ന കഥകൾ. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അധീനതയിലുള്ള അയോധ്യ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ കൊള്ളയാണ് നടക്കുന്നത്, ഈ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും ഒപ്പം തന്നെ VHPയുടെ ഉപാധ്യക്ഷനുമായ ചമ്പത്ത് റായിയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു മുഖ്യ ചുമതലക്കാരൻ. അദ്ദേഹം തൽക്കാലം രാജിവെച്ചെറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാജി കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. അവിടെ നടന്നത് വലിയ മോഷണമെന്നാണ് കണ്ടെത്തൽ. വലിയ മോഷണം എന്ന് പറയുമ്പോഴേക്കും ഒരിക്കൽ പോലും കണക്കുകൾക്കും അപ്പുറത്തേക്കാണ് മോഷണം നടന്നതെന്ന് പറയപ്പെടുന്നു. പക്ഷേ അവിടേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണ സംഘം ചില ആളുകളെയൊക്കെ പിടികൂടി. അതിൽ ഒരാൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിയുടെ വിശ്വസ്തനായ ഡ്രൈവറായിരുന്നു. അദ്ദേഹമാണ് ഈ മോഷണങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഉത്തർപ്രദേശിൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമൊക്കെ നല്ല ഒരു വാർത്ത ലഭിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അവരുടേതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കഴിഞ്ഞ കുംഭമേള സമയത്ത് വലിയ വരുമാനമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അതിൻ്റെ കണക്കുകളില്ല. ആ കണക്കുകൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എണ്ണി തിട്ടപ്പെടുത്തിയ നോട്ടുകളെക്കുറിച്ചോ എന്തുമാത്രം തുക കിട്ടിയെന്നോ എന്തുമാത്രം സ്വർണം കിട്ടിയെന്നോ എന്തുമാത്രം വെള്ളിക്കട്ടികൾ കിട്ടിയെന്നോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ മോഷണവുമായി ബന്ധപ്പെട്ട് രാംശങ്കർ യാദവ് എന്ന് പറയുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്തു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ പടിപടിയായി 8 പേരിൽ വരെ അറസ്റ്റ് എത്തി നിൽക്കുന്നു. ഈ രാംശങ്കർ യാദവ് അവിടുത്തെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിയുടെ വിശ്വസ്തനായ ഡ്രൈവറായിരുന്നു. പിന്നീട് വന്ന കഥകളൊക്കെ വലിയ തരത്തിലുള്ളതും ഞെട്ടിക്കുന്നതുമായിരുന്നു. അതായത് നോട്ട് എണ്ണുന്ന രീതിയും സ്വർണം സൂക്ഷിക്കുന്ന രീതിയുമൊക്കെ. എന്തായാലും രാംശങ്കർ യാദവ് എന്ന് പറയുന്ന ഡ്രൈവറുടെ പക്കൽ നിന്നും അല്ലെങ്കിൽ ആ കൊള്ളസംഘത്തിൻ്റെ കയ്യിൽ നിന്നും ഏകദേശം 80 ലക്ഷത്തോളം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അത് തൊണ്ടി മുതൽ മാത്രം. ഇനി ഇവർ അല്ലാതെ ചിലവിട്ടത് എന്തുമാത്രം തുക കാണും? ഇവർ തട്ടിയെടുത്തത് എത്ര ലക്ഷങ്ങളായിരിക്കും? അതും വിശ്വാസികളുടെ തുകയാണ് ഇവർ തട്ടിയെടുത്തത്, മറ്റെങ്ങു നിന്നുമല്ല. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ അർപ്പിക്കുന്ന തുകയാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്, ഈ വലിയ തസ്കര സംഘം. എന്തായാലും ഒരാൾ നൽകിയ പരാതിക്ക് അപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയതോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും ആ അന്വേഷണ സംഘം അതിൻ്റെ പ്രാഥമിക ഘട്ട അന്വേഷണത്തിലേക്ക് കടന്നതും ഇത്രയധികം വലിയ ഒരു കൊള്ള നടന്നതായി കണ്ടെത്തിയതും. എന്തായാലും BJPയും ഒപ്പം തന്നെ VHPയും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഈ കൊള്ളസംഘത്തെ കണ്ടെത്താൻ. എന്തുകൊണ്ട് ഇവർ അറിഞ്ഞില്ല ഇത്രയും വലിയൊരു കൊള്ള ഇവിടെ നടക്കുന്നു എന്നുള്ളത് കാര്യം? എന്തുകൊണ്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല? എന്തായാലും ചമ്പത്ത് റായ് ഈ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ അയോധ്യയിൽ നടന്നത് അല്ലെങ്കിൽ അയോധ്യയിൽ സംഭവിച്ചത് എന്ത് എന്നറിയുവാൻ എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട്. കാരണം അത്രയധികം പ്രശ്നങ്ങളാണ് അതിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും ക്ഷേത്ര പുനർനിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും ക്ഷേത്ര പ്രതിഷ്ഠയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ പ്രധാനമന്ത്രി മുന്നിട്ട് നടത്തിയ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ പോലും നടന്നത്. അവിടെയാണ് ഇത്രയും വലിയ കളവ് നടന്നിരിക്കുന്നത്. കാണിക്ക വസ്തുക്കൾ മാത്രമല്ല മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അതിനുമപ്പുറം ഭൂമി ഇടപാടുകൾ പോലും നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. ക്ഷേത്രത്തിൻ്റെ പേരിൽ ഭൂമി വാങ്ങിയതിൽ പോലും ചില കള്ള ഇടപാടുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ന്യായവിലയ്ക്കപ്പുറം ചില ഭൂമി അവർ വാങ്ങിയിരിക്കുന്നു, വാങ്ങിയ വില കൂട്ടിവെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുവാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. അവിടെയും തീരുന്നില്ല പ്രശ്നങ്ങൾ. ഇനി ഇവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായി നൽകിയ തുകയ്ക്ക് ചിലർ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ സംഭാവനയായി നൽകിയത്. ആ സംഭാവന സ്വീകരിച്ചതിന് ശേഷം രസീത് നൽകിയിട്ടില്ല എന്ന പരാതിയുണ്ട്. അങ്ങനെ പരാതികൾ പലതരത്തിൽ പല മേഖലകളിൽ നിന്നും പല ആളുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് പരാതികളുടെ പ്രളയമാണ്.
എന്താണ് സംഭവിച്ചത്? ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു? അവർ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഒരു കണക്കും കയ്യുമില്ലാതായിരുന്നു അവിടുത്തെ കാണിക്ക എണ്ണിയത്. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അവർക്ക് തോന്നിയ രീതിയിൽ കാണിക്ക എണ്ണിയെന്നാണ് കണ്ടെത്തപ്പെടുന്നത്. അത്രയധികം നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളോട് നടന്നിരിക്കുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഈ അന്വേഷണങ്ങൾ എത്തിച്ചേരുന്നത് ആരിലേക്കൊക്കെ ആയിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, കോൺഗ്രസ് ഈ വിഷയത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് ചെറിയ സ്രാവുകൾ, ഇനി വലിയ സ്രാവുകളെ പിടികൂടാനുണ്ട്. അവരെ പിടികൂടിയാൽ മാത്രമേ അവിടുത്തെ കൊള്ളയുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നഷ്ടമായത് സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, അങ്ങനെ പല വസ്തുക്കളുമുണ്ട്. വിലമതിക്കാനാവാത്ത വസ്തുക്കൾ വരെ ഉണ്ടെന്നാണ് വിശ്വാസികൾ പറയുന്നത്. എന്തായാലും വിശ്വാസികളെ വഞ്ചിച്ച പൈസയാണ് ഇവർ കൊള്ളയടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസികളെയാണ് ഇവർ വഞ്ചിച്ചിരിക്കുന്നത്. ഈ കൊള്ള അതിൻ്റെ അറ്റം വരെ അന്വേഷണം പോകുമോ? ഈ വൻസ്രാവുകളെ പിടികൂടുവാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനിയുള്ള നാളുകളിലെങ്കിലും ക്ഷേത്രത്തിലെ ഇടപാടുകൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന കാണിക്ക എണ്ണുന്നത് ഉൾപ്പെടെ അതിനെല്ലാം തന്നെ ഒരു ക്രിയാത്മകമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണം എന്ന തരത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള കൊള്ളപ്പണം ഇനി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. അത്രയധികം പൈസ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. കാരണം കുംഭമേള സമയത്ത് അവിടെ എത്തിയ വിശ്വാസികളുടെ എണ്ണം ചെറുതല്ലായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ എത്തിയിരുന്നു. അവർ കാണിക്കയായി വലിയ തുക തന്നെ അർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുമൊക്കെ ഇടപെട്ട സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായ ചില തീരുമാനങ്ങളുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കൊള്ളസംഘത്തിൻ്റെ അങ്ങേയറ്റം വരെ കണ്ടെത്തുമോ, അല്ലെങ്കിൽ കൊള്ളസംഘത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്.